ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ അതായത് 30 ഒക്ടോബറിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 30th ഒക്ടോബറിൽ നടന്ന PSC ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മാത്സ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ്സ് സൺ. ഹൗ ഈസ് റാം റിലേറ്റഡ് ടു മാധവ്? ഓക്കെ, അതായത് എന്താണ് ക്വസ്റ്റ്യൻ? റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ്സ് സൺ. അപ്പം നമുക്ക് ജസ്റ്റ് ട്രീ ഒന്ന് വരച്ച് നോക്കാം. അതായത് ഇവിടെ നോക്കിയേ, മാധവിടെ സൺ. ഓക്കെ, മാധവിൻ്റെ സണ്ണിൻ്റെ ബ്രദറാണ് ആര്? റാം. ഓക്കെ, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ്സ് സൺ. അതായത് മാധവിൻ്റെ സണ്ണിൻ്റെ ബ്രദറാണ് റാം. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ ഈസ് റാം റിലേറ്റഡ് ടു മാധവ്? ഓക്കെ, നോക്കിയേ, അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും റിലേഷൻ? എങ്ങനെയായിരിക്കും? മുത്തശ്ശനും പേരക്കുട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആരാണ് റാം? എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റാം എന്താണ്? പേരക്കുട്ടിയാണ്, അതായത് ഗ്രാൻഡ് സൺ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഗ്രാൻഡ് സൺ. അടുത്ത ക്വസ്റ്റ്യൻ: എ ക്ലോക്ക് സീൻ ത്രൂ എ മിറർ ഷോസ് 7:10. വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം ഷോൺ ഇൻ ദ ക്ലോക്ക്? അപ്പോൾ മിറർ ഇമേജ് ആണ്, അല്ലെങ്കിൽ മിറർ ടൈമാണ് 7:10 എന്ന് പറയുന്നത്. അപ്പോൾ എക്സാക്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 11:60 മൈനസ് ചെയ്യുക. ഓക്കെ, ഒരു ഫോർമുല ഉണ്ട്. എക്സാക്റ്റ് ടൈമിൻ്റെ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11:60 മൈനസ് ചെയ്യുക. തിരിച്ചായാലും കുഴപ്പമില്ല, 11:60 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഓക്കെ, 7:10 ആണ് ഒറിജിനൽ ടൈം. ഓക്കെ, മിററിൽ കാണിക്കുന്ന ടൈം എത്രയാണ്? 7:10 ആണ്. അപ്പോൾ എക്സാക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 11:60 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 0, ഇവിടെ 5, ഇവിടെ 4. 4:50 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ആംഗിൾ ട്രേസ്ഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 35 മിനിറ്റ്സ്? അപ്പോൾ 35 മിനിറ്റിൽ എത്ര ആംഗിൾ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആംഗിളാണ്? 6 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. അപ്പോൾ 35 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 × 6 എത്ര വരും? 210 ഡിഗ്രി. ഓക്കെ, 210 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് February 1, 2008 ഈസ് വെനസ്ഡേ, വാട്ട് ഡേ ഈസ് March 4, 2008? അപ്പോൾ സെയിം ഇയർ ആണ്, ഒരു മാസത്തെ ഗ്യാപ്പാണ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് February 1 എത്രയാണ്? വെനസ്ഡേ എന്നാണ്. ഓക്കെ, February 1 വെനസ്ഡേ, ഇയർ എത്രയാണ്? 2008. ഓക്കെ, March 4 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 2008 എന്ന് പറയുന്നത് എന്താണ്? ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ, ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയറിൻ്റെ പ്രത്യേകത എന്താണ്? ഫെബ്രുവരി ഒരു ദിവസം കൂടി അഡീഷണൽ വരും. എത്ര? അപ്പോൾ 29 ദിവസമായി അല്ലേ. അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് February 29 വരെയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1-ാം തീയതി വെനസ്ഡേ ആയാൽ 29-ാം തീയതി എന്തായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. അതായത് 1-ാം തീയതി വെനസ്ഡേ ആയാൽ ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞ് വെനസ്ഡേ ആയിരിക്കുമല്ലോ. അതായത് 8-ാം തീയതി വെനസ്ഡേ, 8-ാം തീയതി വെനസ്ഡേ, 15 വെനസ്ഡേ, 22 വെനസ്ഡേ, 29 വെനസ്ഡേ. ഓക്കെ, അപ്പോൾ മന്ത് എൻഡ് വരെ വെനസ്ഡേ ആയിരിക്കും. പിന്നെ എന്താണ്? പിന്നെ 1-ാം തീയതിയാണ് വരിക. പിന്നെ നമ്മൾ മാനുവലി ആഡ് ചെയ്ത് പോവുക. അപ്പോൾ വെനസ്ഡേ 29 വെനസ്ഡേ ആണ്. അപ്പോൾ 1-ാം തീയതി എന്തായി? തേഴ്സ്ഡേ. 2-ാം തീയതി എന്തായി? ഫ്രൈഡേ. 3-ാം തീയതി എന്തായി? സാറ്റർഡേ. അപ്പോൾ 4th എന്തായി? സൺഡേ. ഓക്കെ, അപ്പോൾ സൺഡേ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ് 315-255-1023. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതായത് 315 ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെ 255, ഇവിടെ 1023. ഓക്കെ, 1023. ഇവിടെ നോക്കിയേ, നിങ്ങൾ ഈ 3ൻ്റെ അടുത്താണ് 4, 16ൻ്റെ അടുത്താണ് 15, ഇത് 256 അടുത്താണ്, ഇത് 1024 അടുത്താണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? സ്ക്വയറിൽ നിന്നൊന്ന് -1 ചെയ്താൽ ഈ നമ്പറുകൾ കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയേ, ഈ 3 എന്ന് പറയുന്നത് എന്താണ്? 2² - 1 ആണ്. ഈ 15 എന്ന് പറയുന്നത് എന്താണ്?
4 സ്ക്വയർ മൈനസ് 1 ആണ്. ഈ 255 എന്ന് പറയുന്നത് എത്രയാണ്? 16 സ്ക്വയർ മൈനസ് 1 ആണ്. 16 സ്ക്വയർ 256 ആണ്, മൈനസ് 1 ചെയ്താൽ 255 കിട്ടും. ഇനി 1023 എന്ന് പറയുന്നത് എത്രയാണ്? 32 സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ സീരീസ് പോയിരിക്കുന്നത് നോക്കിയേ. 2, 4, 16, 32. അപ്പോൾ ഇവിടെ എത്ര വരണ്ടേ? ഇവിടെ 8 ആണ് വരേണ്ടത് അല്ലേ? 2, 4, 8, 16, 32. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം? 8 സ്ക്വയർ മൈനസ് 1. 8 സ്ക്വയർ എത്രയാണ്? 64. 64 മൈനസ് 1 എന്ന് പറയുന്നത് 63 ആണ്. എത്ര? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗൺ, ബുള്ളറ്റ്, ചിമ്മിനി, ഡാഷ്. അനലോജി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗണ്ണിൽ നിന്ന് എന്താ വരിക? ബുള്ളറ്റ് ആണ്. അപ്പോൾ ചിമ്മിനിയിൽ നിന്ന് എന്താ വരിക? സ്മോക്കാണ് വരിക അല്ലേ? പുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ ആണ് ചോദിച്ചിരിക്കുന്നത്. 116, 288, 576, 964. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മെയിനായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയേ, എല്ലാം ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത് 3ൻ്റെ ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ 9ൻ്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കിയേ 3ൻ്റെ ഡിവിസിബിലിറ്റി നോക്കിയേ. ഇത് നോക്കിയേ, 1 + 2 + 3 + 6 എത്രയാണ്? 9 വന്നു സം അല്ലേ? ഡിജിറ്റിൻ്റെ സം 9 വന്നു. അപ്പോൾ ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇവിടെ നോക്കിയേ, 2 + 8 10, 10 + 8 18, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 5 + 7 12, 12 + 6 18, ഇതും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ ഇത് നോക്കിയേ, 9 + 6 15, 15 + 4 എത്ര വന്നു? 19 ആണ് വന്നത്. അപ്പോൾ ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എന്താണ്? 964 ആണ് ഓഡായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം 9ൻ്റെ ഡിവിസിബിലിറ്റി ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴും ലാസ്റ്റ് വൺ ആയിരിക്കും ഓഡായിട്ട് വരിക. ഓക്കെ, അപ്പോൾ 964 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൺ കോഡ് ടീച്ചർ ഈസ് റിട്ടൺ ആസ് YJFHMJW. ഹൗ വിൽ ദ വേർഡ് എഡ്യൂക്കേഷൻ ബി എക്സ്പ്രസ് ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുന്നത് TEACHER ഇങ്ങനെ എഴുതി. ടീച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? YJFHMJW. ഓക്കെ, അപ്പോൾ ടീച്ചർ നമ്പർ എഴുതിക്കുക. ആൽഫബറ്റ് സീരീസിൽ അനുസരിച്ച് നമ്പർ എഴുതിക്കുക. ടി എന്ന് പറയുന്നത് 20ാമത്തെ നമ്പറാണ്. E 5 ആണ്. A 1 ആണ്. C 3 ആണ്. H 8 ആണ്. E എത്രയാണ്? 5. R എത്രയാണ്? 18. ഓക്കെ, ഈ നമ്പർ എഴുതിക്കേ. Y എത്രയാ? 25. J 10. ഇനി F 6, H 8, M 13, J 10, W 23. ഓക്കെ, W 23. ഇനി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് റിലേഷൻ വരുന്നത് നോക്കിയേ. 20, 25 +5 കൂടി, ഇവിടെയും +5 കൂടി നോക്കിയേ. അപ്പോൾ എല്ലാത്തിനും എന്താണ്? +5 വെച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെയാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. EDUCATION. ഓക്കെ, എഡ്യൂക്കേഷൻ. അപ്പോൾ E എത്രയാണ്? 5ാമത്തെ നമ്പറാണ് E. 5 ന്ന് 5 കൂട്ടിയേ 10. 10 എന്താ? J. അപ്പോൾ ആദ്യത്തെ ലെറ്റർ കിട്ടി J. ഇനി D എത്രയാണ്? 4. 4 ന്ന് 5 കൂട്ടി 9. 9 എന്താണ്? I. ഓക്കെ, അപ്പോൾ JI ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, അടുത്ത രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലെറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. 3ാമത്തെ ലെറ്റർ അവിടെ എന്താണ്? Z ആണ്. അവിടെ എന്താണ്? H ആണ്. കണ്ടോ? അപ്പോൾ 3 എണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി U എത്രയാണ്? U 21 ആണ്. അപ്പോൾ 21 ന് 5 കൂട്ടിയേ 26. അപ്പോൾ എന്ത് വന്നു? Z വന്നു. അപ്പോൾ JIZ ആണ് ആ സീരീസ് പോകുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ മുഴുവനും കണ്ടുപിടിച്ചിട്ട് നമ്മൾ സമയം കളയണ്ട. ഇങ്ങനെ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ലെറ്ററിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ വരുന്നത് ആ 3rd ലെറ്റർ ആണ്. 3rd ലെറ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഹാഷ് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു, അറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പിന്നെ ദാറ്റ് സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, പിന്നെ അത് സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് അങ്ങനെ. ഓക്കെ, അപ്പോൾ നോക്കി. അപ്പോൾ നമുക്ക് അതങ്ങനെ തന്നെ എഴുതാം. 6 ഹാഷ് 13 45 അറ്റ് 3 പിന്നെ 7 ഹാഷ് 12. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സിമ്പിൾ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇതെന്താണ്? 6 × 13. ഇനി ഇതാണ് അടുത്ത സിമ്പിൾ. അതിനെന്താണ്? പ്ലസ് ആണ്. +45. അറ്റ് എന്താണ്? അറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ ആണ്.
ഓക്കെ, അപ്പോൾ ഞാൻ ഡിവിഷൻ എന്ത് എഴുതി? ഇൻറ്റു 1/3 എന്ന് എഴുതി. ഓക്കെ, ഇനി -7 ഹാഷ് എത്രയാണ്? ഇൻറ്റു 12. ഓക്കെ ആണല്ലോ. ഇനി 6 × 13 എത്രയാണ്? 78. ഇനി ഇത് എന്ത് പ്രിൻസിപ്പിളാണ്? ഇത് ബോഡ് മാസ് പ്രിൻസിപ്പിളാണ് അല്ലേ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അതിന് പറയാം ബോഡ് മാസ് പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. 6 × 13 എത്രയാണ്? 78. 45 × 1/3 ഇത് ക്യാൻസൽ ചെയ്യാലോ. ഇത് 15 ആണ്. 45 × 1/3 45/3 എത്രയാ? 15. ഓക്കെ, അപ്പോൾ 78 + 15 മൈനസ് 7 × 12 എത്രയാ? 84. ഓക്കെ ആണല്ലോ. 78 + 15 എത്രയാണ്? 93 മൈനസ് 84. ഓക്കെ, ഇത് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 93 മൈനസ് 84 എന്ന് പറയുന്നത് എത്രയാ? 9. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Edwin completes a journey in 11 hours. He travels first half of the journey at the rate of 20 km/h and the second half at the rate of 24 km/h. Find the distance traveled in kilometer. അതായത് എന്താണ്? ഒരു എഡ്വിൻ ഒരു യാത്ര പോവാണ്. ആ ജേണി 11 ഹവേഴ്സ്, അതായത് 11 മണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ആദ്യത്തെ പകുതി, യാത്രയുടെ ആദ്യത്തെ പകുതി 20 km/h സ്പീഡിലാണ് പോയത്. രണ്ടാമത്തെ പകുതി എത്രയാ? 24 km/h സ്പീഡിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്ക് കൺവെൻഷണൽ വേ ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡി എന്ന് എടുക്കുക. ഡിസ്റ്റൻസ് ഡി എന്ന് എടുത്താൽ നോക്കിയാൽ ആദ്യത്തെ പകുതി ഡിസ്റ്റൻസ് ഏത് സ്പീഡിലാണ് പോയത്? 20 km/h. ഓക്കെ, അപ്പോൾ ടൈം ആയല്ലോ, T1 ആയി. ഇനി ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഡിസ്റ്റൻസ് എഴുതി, പിന്നത്തെ സ്പീഡ് എഴുതി. ഇനി രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? അതും പകുതി ദൂരം, അടുത്ത പകുതി ദൂരമാണ്. അപ്പോൾ D/2 എന്ന് എഴുതി. അപ്പോൾ ട്രാവൽ ചെയ്ത സ്പീഡ് എത്രയാണ്? 24 ഈക്വൽ ടു, ഇതിപ്പോൾ ടൈം 1 ടൈം 2 അല്ലേ? മൊത്തം ടൈം എത്ര എടുത്തു? മൊത്തം ടൈം എത്രയാ? 11 ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇതെങ്ങനെ കിട്ടും? D/40 + D/48 എന്ന് കിട്ടും. ഓക്കെ, D/40 + D/48 ഈക്വൽ ടു എന്ത് കിട്ടും? 11 കിട്ടും. ഇതൊന്ന് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? 40യും 48ഉം LCM എത്രയാണ്? 40യും 48ഉം 240 എടുക്കാം. അപ്പോൾ എന്ത് വന്നു? ഇവിടെ 6D പ്ലസ് ഈ 6 എങ്ങനെ വരികയെന്നല്ലേ? ഇവിടെ 240 കിട്ടാൻ വേണ്ടി ഇവിടെ 6 ഗുണിച്ചു, ഇവിടെയും 6 ഗുണിച്ചു. ഇനി ഇവിടെ 240 കിട്ടാൻ വേണ്ടി ഇവിടെ 5 ഗുണിച്ചു, ഇവിടെയും 5 ഗുണിച്ചു. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ എന്തൊരു 6D + 5D ഡിവൈഡഡ് ബൈ 240 ഈക്വൽ ടു 11. ഇനി 6D + 5D എത്രയാണ്? 11D. ഓക്കെ, 11D 6D + 5D 11D ആണ്. ഡിവൈഡ് ബൈ 240 ഈക്വൽ ടു 11. ഈ 11 ക്യാൻസൽ ചെയ്തു. അവസാനം D എന്ന് പറയുന്നത് കിട്ടി 240 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് കൺവെൻഷണൽ മെത്തേഡ് ഫോർമുല വൈസ്. പക്ഷേ നമ്മൾ എക്സാമിന് ഒരിക്കലും ഈ മെത്തേഡ് ചെയ്യരുത്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഇതിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടാത്തവർ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ വൈസ് നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്യാം? ഇവിടെ നോക്കി ആദ്യത്തെ പകുതി ദൂരം എത്രയാണ്? 20. രണ്ടാമത്തെ പകുതി എത്രയാണ്? 24 അല്ലേ? അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് എത്ര കിട്ടണം? 11 കിട്ടണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 200 എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പകുതി എത്രയാ? 100. എത്ര വന്നു? 100 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 100 അടുത്ത പകുതി 100 ഡിവൈഡഡ് ബൈ 24. ഇതൊരിക്കലും 11 വരില്ല. നോക്കിയേ, ഇത് എത്ര വന്നു? 5 വന്നു. ഇത് 5 വരികയാണെങ്കിൽ ഇത് എത്ര വന്നം? 6 വന്നം. എന്നാലേ 5 + 6 11 വരുള്ളൂ അല്ലേ? 100/24 ഒരിക്കലും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇല്ല. ഇനി അതേപോലെ തന്നെ 110 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 110 ഡിവൈഡഡ് ബൈ 24. നിങ്ങൾ നോക്കിയേ, ഇത് എത്രയാ? 11/2 5.5 കിട്ടുന്നത്. അപ്പോൾ ഇതും 5.5 കിട്ടണം, എന്നാലാണ് 11 കിട്ടുള്ളൂ. 24 × 5 120 ആണ്, അതും വരില്ല. ഇനി അടുത്ത് നോക്കിയേ, 260 ആദ്യത്തെ പകുതി എടുക്കാം. 130 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 130 ഡിവൈഡഡ് ബൈ 24. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് വെട്ടി ഇത് എത്ര വന്നു? 6.5 വന്നു. ഇത് 6.5 വന്നെങ്കിൽ ഇത് എത്ര വന്നം? 4.5 വന്നം അല്ലേ? 4.5 എന്തായാലും വരില്ല. 24 × 5 120 ആണ്. അപ്പോൾ 4.5 എന്തായാലും വരില്ല.
ഓക്കെ, അപ്പോൾ 260 പോയി. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? 240 അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 240ൻ്റെ പകുതി എത്രയാ? 120. ഏത് സ്പീഡിലാണ് പോയത്? 20. അടുത്ത പകുതി എത്രയാ? 120. ഏത് സ്പീഡിലാണ് പോയത്? 24. 120/20 എന്ന് പറയുന്നത് എത്രയാ? 6. 120/24 എന്ന് പറയുന്നത് എത്രയാ? 5. 6 + 5 എത്രയാ? 11. ഓക്കെ, 6 + 5 11. അപ്പോൾ എന്താ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, 240 ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 women and 5 men can together finish a work in 4 days, while 3 women and 6 men can finish the same work in 3 days. Find the time taken by one man alone to finish the work. അപ്പോൾ ഇത് ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കി, ഇങ്ങനത്തെ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് m1d1 = m2d2 എന്നാണ്. ഓക്കെ, m1d1 = m2d2. m എന്ന് പറയുന്നത് മെൻ ആണ്, ആൾക്കാരാണ്. ഓക്കെ, ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതാണ് m. ഈ d എന്ന് പറയുന്നത് എന്താണ്? ഡേയ്സ് ആണ്. ഓക്കെ, d എന്ന് പറയുന്നത് ഡേയ്സ് ആണ്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നത് എത്രയാണ്? 2 വുമണും 5 മെന്നും കൂടിയാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ m എന്ന് പറയുന്നത് ആദ്യം കമ്പൈൻ ചെയ്ത് എഴുതും. ഓക്കെ, 2 women + 5 men, ഇത് m ആയി അല്ലേ? ഇത് m ആയി. ഇനി ഇൻറ്റു ഡേയ്സ് ചെയ്യണം. അവർ എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു വർക്കായി. ഈ വർക്ക് തന്നെ മറ്റൊരു രീതിയിലും ചെയ്യാം. അതെങ്ങനെയാണ്? 3 women and 6 men can do the same work in 3 days. ഓക്കെ, അപ്പോൾ നോക്കിയേ, 3 women 3 വുമണും 6 മെന്നും കൂടി ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 3 days എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാലോ, രണ്ടും ഒരേ വർക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഈ 4 ഗുണിക്കുക. എത്രയാ? ബ്രാക്കറ്റിനകത്തേക്ക് 4 × 2 8 women + 4 × 5 20 4 × 5 20 men = 3 × 3 9 women + 3 × 6 18 men. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇനി 9 ആണ് വലുത്. അപ്പം 9, ഈ 8 അങ്ങോട്ട് പോട്ടെ. 9 - 8 എത്രയായി? w = ഈ 18 ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ 20 - 18 എത്രയായി? 2 men. അവസാനം വുമൺ ബൈ മെൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 2/1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വുമണിൻ്റെ എഫിഷ്യൻസി എത്രയായി? 2. മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയായി? 1. ഓക്കെ, വുമണിൻ്റെ എഫിഷ്യൻസി 2, മെന്നിൻ്റെ എഫിഷ്യൻസി 1. അത് കിട്ടിയല്ലോ, അത് ഓർത്തിരിക്കുക. ഇനി അപ്പോൾ നമുക്ക് വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഫിഷ്യൻസി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, 2 × വുമണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 2 + 5 × മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 1. ഓക്കെ, ഇൻറ്റു 4. ഇതാണ് വർക്ക്. അപ്പോൾ ഇത് എത്ര കിട്ടും? 2 × 2 4. 4 + 5 എത്രയാ? 9. 9 × 4 എത്ര കിട്ടി? 36 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഓക്കെ ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ 1 man alone ടു ഫിനിഷ് ദ വർക്ക് എന്നാണ്. അപ്പോൾ നോക്കിയാൽ 1 man, ഒരു മാനേ ഉള്ളൂ. 1 man ഇൻറ്റു എത്ര ഡേയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു ടോട്ടൽ വർക്ക്. എത്രയാണ് ടോട്ടൽ വർക്ക്? 36. ഓക്കെ ആണല്ലോ. ഇനി മാനിൻ്റെ എഫിഷ്യൻസി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാനിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടിയ? 1 ആണ്. അപ്പോൾ 1 × 1 1 തന്നെ. അപ്പോൾ ഡേയ്സ് എന്നുള്ളത് എന്ത് കിട്ടി? 36 കിട്ടി. ഓക്കെ, അപ്പോൾ 36 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഈ സെയിം ടൈപ്പ് തന്നെ അടുത്ത എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആദ്യം റിലേഷൻ ഉണ്ടാക്കുക ഈ ഫോർമുല വെച്ചിട്ട്. m1d1 = m2d2. വർക്ക് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് മെന്നിൻ്റെയും വുമണിൻ്റെയും എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിക്കുക. അത് ഇനി സ്റ്റെപ്പ് 2 അത് കഴിഞ്ഞു. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം സ്റ്റെപ്പ് 3 എന്താണ്? വർക്ക് കണ്ടുപിടിക്കുക. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വർക്ക് കണ്ടുപിടിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ, എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് ആ വർക്കായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് 36 ആണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റാലിക് സ്ഫിയർ ഓഫ് ഡയമീറ്റർ 5.2 cm ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് റേഡിയസ് 5.2 cm. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് റീകാസ്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഷേപ്പിലേക്ക് ആക്കിയാൽ ആ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സ്ഫിയർ
വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ആണ്. വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. അപ്പോൾ വോളിയം ഓഫ് സ്ഫിയർ നോക്കിയേ, വോളിയം ഓഫ് സ്ഫിയർ എന്താണ്? ഫോർമുല 4/3πr³. ആർ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ നോക്കിയേ, സ്ഫിയറിൻ്റെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 2.6 ആണ്. ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്, 2.6. അപ്പോൾ 4/3πr³ ആണ് സ്ഫിയറിൻ്റെ വോളിയം. 4/3πr³. ഞാനിങ്ങനെ എഴുതി. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? πr²h ആണ്. ഓക്കെ, πr²h. ആർ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ റേഡിയസ്, ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ റേഡിയസ്. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചേ, ഈ പൈയും ഈ പൈയും ക്യാൻസൽ ചെയ്യാലോ. 4/3 ഞാൻ ഇവിടെ നോക്കിയാൽ 2.6നെ 26/10 എന്ന് എഴുതി. അത് 3 തവണ വരും, ക്യൂബാണ്. അപ്പോൾ ഇൻറ്റു 26/10 ഇൻറ്റു 26/10 ഇൻറ്റു 26/10. ഓക്കെ, ഈക്വൽ ടു r². എന്താണ്? ഇവിടെ സിലിണ്ടറിൻ്റെ റേഡിയസ് 5.2 ആണ്. അപ്പോൾ 52/10 എന്ന് എഴുതി. അത് 2 തവണ വരും, 52/10 ഇൻറ്റു 52/10 ഇൻറ്റു ഹൈറ്റ്. അത് നമുക്കറിയില്ല, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്യാം. 2 10ഉം ക്യാൻസൽ ചെയ്തു. ഇനി 26ൻ്റെ ഇരട്ടിയാണ് 52. അപ്പോൾ ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്തു, ഇവിടെയും ക്യാൻസൽ ചെയ്തു. ഇനി നോക്കിയേ, 2 × 2 4 ആണ്. അതും ഇവിടെ ക്യാൻസൽ ചെയ്തു, അതും ക്യാൻസൽ ചെയ്തു. അവസാനം ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 26/30 എന്ന് വന്നു. ഓക്കെ, 26/30. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനിൽ പോലും അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പോൾ എന്താണ്? ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ കോണായിരിക്കാം. കോണാണെങ്കിൽ മാത്രമാണ്. ഇവിടെ നോക്കിയാൽ കോൺ എന്ന് പറയുന്നത് ഇവിടെ 1/3πr² വരും. ഓക്കെ, ഇവിടെ ഒരു 1/3 കൂടി വരും. അപ്പോൾ ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. ലാസ്റ്റ് 26/10 എന്ന് കിട്ടും, 2.6. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ കോണാണെങ്കിൽ എന്താണ്? 2.6 ആണ് ഉത്തരം. സിലിണ്ടർ ആണെങ്കിൽ 26/30 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കിരൺ വാസ് വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഫേം. ഹി ഇൻവെസ്റ്റഡ് ₹50,000 at an interest of 12% per annum compounded half yearly. What will be the amount he receives after 1 year? അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ടേം ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ഹാഫ് ഇയർലി ആണ്, അതായത് 2 വട്ടമാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് വന്നു കഴിഞ്ഞാൽ, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റേറ്റ് എന്ന് പറയുന്നത് പകുതിയാകും, ഇയർ എന്ന് പറഞ്ഞാൽ ഡബിൾ ആകും. ഓക്കെ, അതൊരു രീതിയാണ്, അത് നിങ്ങൾ പഠിച്ചു നോക്കുക. റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ റേറ്റ് എന്താവും? പകുതിയാകും, ഇയർ എന്താവും? ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് എന്തായി? 12 ആയിരുന്നു, ഹാഫ് ആയപ്പോൾ 6% ആയി റേറ്റ്. ടൈം ഇയർ എന്ന് പറയുന്നത് 1 ആണ്, അത് ഡബിൾ ചെയ്തപ്പോൾ എന്തായി? ഇയർ എന്ന് പറയുന്നത് 2 ആണ്. എന്ന് വെച്ചാൽ അത് 2 വട്ടം കോമ്പൗണ്ട് ചെയ്യണം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ എടുക്കുക. ഇനി എന്താണ്? എമൗണ്ട് കണ്ടുപിടിക്കുക. എമൗണ്ട് അങ്ങനെ കണ്ടുപിടിക്കും. നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നോക്കിയാൽ ഏറ്റവും എളുപ്പമാർഗം, ഒരു എളുപ്പ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുക. എഫക്റ്റീവ് റേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക, A+B + AB/100 എന്നാണ്. A+B + AB/100 എന്നാണ് എഫക്റ്റീവ് റേറ്റ്. അതായത് 2 വർഷത്തെ എഫക്റ്റീവ് റേറ്റ്. അതായത് എന്താണ്? ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 6%, 2 വർഷമാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് മൊത്തം എത്ര റേറ്റ് വരും? 12% വരും. അതായത് ഒരു വർഷം 6%, രണ്ടാമത്തെ വർഷവും 6%. അപ്പം മൊത്തം എത്ര വരും? 6 + 6 എത്ര വരും? 12 വരും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല, പലിശയുടെ പലിശ, അതായത് കൂട്ടുപലിശയും കൂടി വരും. അതുകൊണ്ടാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ A+B മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് വരുമ്പോൾ A+B + AB/100. ശ്രദ്ധിക്കണേ, ഇത് 2 വർഷത്തേക്കുള്ള ഫോർമുലയാണ്. ഓക്കെ, 2 വർഷം. അപ്പോൾ ഇവിടെ വർഷം 2 ആണ്, റേറ്റ് 6 ആണ്, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. എഫക്റ്റീവ് റേറ്റ് കിട്ടും. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 + 6 + 6 × 6/100. ഇത് എത്ര കിട്ടും? 6 + 6 12, 12 + 6 × 6 36 /100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.36 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 12.36% എന്ന് കിട്ടും. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 12.36% ആണ്. അപ്പോൾ നോക്കിയേ, എളുപ്പമായാലും. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ 12.36 ആയിരിക്കും. അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രിൻസിപ്പളിനോട് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പ്രിൻസിപ്പൾ എത്രയാണ്? 50,000 ഇൻറ്റു റേറ്റ് എത്രയാണ്? 12.36.
ബൈ 100. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്തു, ഈ 2 0 വരും, ഈ ഡെസിമൽ പോവും, അവസാനം എന്ത് കിട്ടും? CI ഈസ് ഈക്വൽ ടു 1236 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇത് എത്രയാണ്? ഇവിടെ 0, ഇവിടെ 3, 15, 3 18, എത്ര കിട്ടും? 5 2 10, 1 എത്രയാണ്? 6. 6180 എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ചോദിച്ചിരിക്കുന്ന എമൗണ്ട് ആണ്, ഈ സാധനം പ്രിൻസിപ്പളിനോട് കൂട്ടുക. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നോക്കി, എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ എത്രയാണ്? 50,000 ആണ്. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 6180 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 56,180. ഓക്കെ, 56,180. ഇതാണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Nivin buys a watch for ₹500 and sells it to Shinoy at 10% profit. Shinoy then sells it to Jeenu at 20% loss and Jeenu sells it to Jeevan at 10% loss. How much did Jeevan pay for the watch? ഓക്കെ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സക്സസീവ് ട്രാൻസാക്ഷൻ ആണ്. ഒരാൾ അങ്ങോട്ട് കൊടുത്തു, എ ബിക്ക് കൊടുത്തു, ബി സിക്ക് കൊടുത്തു, സി ഡിക്ക് കൊടുത്തു, അങ്ങനെ ആ ട്രാൻസാക്ഷനിൽ ലോസ് വരാം, പ്രോഫിറ്റ് വരാം. അപ്പം നമുക്ക് ആദ്യം ഈ ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് എഴുതാം. ഓക്കെ, നിവിൻ, അടുത്ത ആൾ ആരാണ്? ഷിനോയ്, അടുത്ത ആള് ജീനു, അടുത്ത ആള് ജീവൻ. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ 500 മറന്നേക്കുക. നമ്മൾ ഫസ്റ്റ് ആൾ 100 രൂപയ്ക്കാണ് സാധനം വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 100 രൂപ അല്ലെങ്കിൽ 100% വിചാരിക്കുക. ഇനി നോക്കിയേ, നിവിൻ സെൽസ് ടു ഷിനോയ് അറ്റ് 10% പ്രോഫിറ്റ്. നിവിൻ ഷിനോയ്ക്ക് 10% ലാഭത്തിനാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയായി? ഇവിടെ 110 അല്ലേ? 100ൻ്റെ 10% 10 ആണ്. 10 രൂപ കൂട്ടി വിറ്റു. അപ്പോൾ ഷിനോയ്ക്ക് 110 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നിവിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് 110, ഷിനോയുടെ കോസ്റ്റ് പ്രൈസാണ് 110. അതായത് ഷിനോയ് വാങ്ങിക്കുന്ന വില എത്ര? ഷിനോയ് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്? 110 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. നിവിൻ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്? 110 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആൾ നോക്കിയേ, ഷിനോയ് ദെൻ സെൽസ് ടു ജീനു അറ്റ് 20% ലോസ്. അതായത് ഇവിടെ നോക്കിയേ, ഷിനോയ് ദെൻ സെൽസ് ടു ജീനു അറ്റ് 20% ലോസ്. അപ്പോൾ ഞാനിവിടെ -20 എന്ന് എഴുതി. ഓക്കെ, 20% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ 110ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എത്ര കിട്ടും? 110ൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ 22 കിട്ടും. അപ്പോൾ 110ൽ നിന്ന് 22 കുറയ്ക്കുക അല്ലേ? ലോസ് എന്ന് പറഞ്ഞാൽ അതാണ്. 110ൽ നിന്ന് 22 കുറച്ചാൽ എത്ര കിട്ടും? 88. ഓക്കെ, അപ്പോൾ നോക്കിയേ, 110ൽ നിന്ന് പിന്നെ 88 രൂപയ്ക്കാണ് ജീനുവിന് വിൽക്കുന്നത്. ആര്? ഷിനോയ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തെന്താണ്? ജീനു സെൽസ് ഇറ്റ് ടു ജീവൻ 10% ലോസ്. ഇനി ഇതും 10% നഷ്ടത്തിനാണ് ജീവന് കൊടുക്കുന്നത്. അപ്പോൾ 88ൻ്റെ 10% എടുക്കുക. 88ൻ്റെ 10% എടുത്തു, എത്ര വന്നു? 8.8 വന്നു. അപ്പോൾ 88ൽ നിന്ന് 8.8 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 79.2 എന്ന് വരും. ഓക്കെ, 79.2 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഇനി നമുക്ക് എക്സാക്റ്റ് വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ നോക്കിയേ, നിവിൻ ബൈസ് എ വാച്ച് ഫോർ ₹500 ആണ് അല്ലേ? 500 രൂപയ്ക്കാണ് നിവിൻ ആ വാച്ച് വാങ്ങിക്കുന്നത്. ഇവിടെ നമ്മൾ എത്ര ആയിട്ട് എടുത്തത്? 100 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നോക്കിയേ, ഈ 100ൻ്റെ സ്ഥാനത്താണ് 500 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെ വാല്യൂ എത്രയാണ്? 1ൻ്റെ വാല്യൂ ഇവിടെ 5 ആയി. 1ൻ്റെ വാല്യൂ 5 ആയി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് ഡിഡ് ജീവൻ പേ ഫോർ ദ വാച്ച്? ജീവൻ അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ജീവൻ അത് 79.2 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? 79.2 യൂണിറ്റിന്. അപ്പോൾ 1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 79.2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 79.2 × 5 എന്ന് കിട്ടും. അപ്പോൾ എത്ര വന്നു? 79.2 × 5 എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 10, ഇവിടെ 1 വന്നു, 6, ഇവിടെ 4 വന്നു, 7 5 35, 4 396. ഓക്കെ, അപ്പോൾ 396 കറക്റ്റ് ആൻസർ. 396 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് 3, 8, 13, 18 ഈസ് 78? ഇതെന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇതെന്താണ്? an എന്ന് പറയുന്നത് nth ടേം ആണ്. അപ്പോൾ nth ടേമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ നോക്കിയേ, അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. an എന്ന് പറയുന്നത് എത്രയാണ്? 78 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 78 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 78 ഈസ് ഈക്വൽ ടു a ഫസ്റ്റ് ടേം 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ് കോമൺ ഡിഫറൻസ്. ഇനി ഈ 3 ഇങ്ങോട്ട് വരട്ടെ. 78 മൈനസ് 3 എത്രയായി? 75 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 5. ഇനി n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 75/5 ആണ്. 75/5 എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ഈ 5 താഴേക്ക് വരും. അപ്പോൾ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 75/5 എത്രയാ? 15. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 പ്ലസ് 1 എത്ര കിട്ടി? 16. ഓക്കെ, 16 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 0.2⁴ ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.03 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ഈ 0.2 എന്നുള്ളത് 2/10 എന്ന് എഴുതുക. 2/10⁴ ഇൻറ്റു 27/100 എന്ന് എഴുതാലോ. 27/100 0.27 ഞാൻ 27/100 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ 0.03 എന്ന് പറയുന്നത് 3/100 ആണ് ദ ഹോൾ ക്യൂബ്. ഓക്കെ, 3/100 ദ ഹോൾ ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇനി ഇതങ്ങ് സോൾവ് ചെയ്തേ. 2⁴ ഇതെന്തോന്ന്? 2⁴ എന്ന് പറയുന്നത് 16 ആണ് ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ഒരു 10⁴ ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. അതായത് 10 4 പ്രാവശ്യം. അപ്പോൾ നോക്കിയേ, 10⁴ എന്ന് എഴുതി ഇൻറ്റു 100 എന്ന് എഴുതി. 100 അതായത് 100 നമുക്ക് എങ്ങനെ എഴുതാം? 10⁻² എന്ന് എഴുതാം അല്ലേ. 100നെ ഞാൻ എന്ത് ചെയ്തു? 10⁻² എന്ന് എഴുതി. 10⁻². ഇനി ഇൻറ്റു ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 3 ആണുള്ളത്. 3 ക്യൂബ് എത്രയാ? 27. ഇനി ഈ 100 ക്യൂബ് ഉണ്ട്. ഈ 100 ക്യൂബ് എവിടെ പോവും? മുകളിലേക്ക് പോവും. ഓക്കെ, അതായത് ഇവിടെ വരും. അപ്പോൾ 100 ക്യൂബിനെ എനിക്ക് എങ്ങനെ എഴുതാം? 10⁻² എന്ന് എഴുതാം 100നെ. ഇനി ക്യൂബ് ഇവിടെ വരും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ഈ 27 ക്യാൻസലായി. ഈ 10⁻⁴ ഇൻറ്റു ഇനി ഈ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യുക. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n ആണ്. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n ആണ്. അപ്പോൾ നോക്കിയേ, 10⁻⁴ ഇൻറ്റു 10⁻² ഇൻറ്റു എത്രയാണ്? 10⁻⁴ ഇൻറ്റു 10⁻², 10⁻6 ആയി. ഇനി a⁻m ദ ഹോൾ n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n ആണ്. അപ്പോൾ എന്ത് വന്നു? 10⁻² ദ ഹോൾ 3, 10⁻² ഇൻറ്റു 3 അതും 6 വന്നു. അപ്പോൾ ഇവിടെ പവർ 6 ആണ്, ഇവിടെയും പവർ 6 ആണ്. അതൊക്കെ ക്യാൻസലായിപ്പോയി. ലാസ്റ്റ് എന്ത് വരും? 16 എന്ന് മാത്രം വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 numbers are in the ratio 2:3. If 5 is to be subtracted from each, they are in the ratio 3:5. Find the first number. ഓക്കെ, അപ്പോൾ ആ 2 നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? 2x 3x എന്ന് എടുക്കുക. ഇതിൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, 2xൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്തു, 3xൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ റേഷ്യോ എന്ത് വരും? 3:5 എന്ന് വരും. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? 10x മൈനസ് 25 ഈസ് ഈക്വൽ ടു 9x മൈനസ് 15. അപ്പോൾ എന്ത് വരും? 10x മൈനസ് 9x എത്രയാണ്? എക്സ് ഈക്വൽ ടു ഈ -25 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +25. 25 മൈനസ് 15 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ 2x ആണ്. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 10 എത്ര കിട്ടും? 20. അപ്പോൾ 20 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. ഇനി റേഷ്യോ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി എളുപ്പമായിട്ട്. അതെങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ആദ്യത്തെ റേഷ്യോ വരുന്നത് എത്രയാണ്?
2:3 ആണ്. രണ്ടാമത്തെ റേഷ്യോ വരുന്നത് എത്രയാണ്? 3:5 ആണ്. ഓക്കെ, രണ്ട് പേർക്കും ഒരേപോലെ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്താണ്? രണ്ട് പേരിൽ നിന്നും 5 വെച്ച് കുറച്ചു, ഇയാളിൽ നിന്ന് 5 കുറച്ചു, ഇയാളിൽ നിന്ന് 5 കുറച്ചു, അല്ലേ? ഒരേപോലെ ഡിഫറൻസ് ആണ് വരേണ്ടത്. പക്ഷേ ഈ 2 എന്ന് പറയുന്നത് 3 ആയി, അത് എത്ര കൂടി? 1 കൂടി. ഈ 3 എന്ന് പറയുന്നത് എത്ര? 5 ആയി, അപ്പോൾ എത്രയാ? 2 കൂടി, അല്ലേ? അതായത് ഇവിടെ 1ഉം ഇവിടെ 2 ആണ്. അത് പറ്റില്ല, രണ്ടും ഒരേപോലെ മാറ്റം വന്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യും. ഇവിടെ നോക്കി, ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2, അല്ലേ? 3ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 2. ആ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 1. ആ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ നോക്കിയാൽ ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേ എന്ത് വരും? ഇവിടെ 4, ഇവിടെ എന്ത് വരും? 6 വരും. ഈ 2 എന്നുള്ളത് 2 × 2 4 ആവും. 3 എന്ന് പറയുന്നത് 3 × 2 6 ആവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റേഷ്യോ 4:6. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ 3ഉം 5ഉം, അതങ്ങനെ തന്നെ 3ഉം 5ഉം. ഓക്കെ, അപ്പോൾ എന്ത് വരും റേഷ്യോ? 4:6 വരും. ഇനി 3:5 വരും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഈ 4 എന്ന് പറയുന്നത് 3 ആയി, അപ്പോൾ എത്ര കുറഞ്ഞു? 1 യൂണിറ്റ് കുറഞ്ഞു. ഈ 6 എന്ന് പറയുന്നത് 5 ആയി, എത്രയാ? 1 യൂണിറ്റ് കുറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ സെയിം ഡിഫറൻസ് ആയി, അല്ലേ? ഇവിടെയും 1 കുറഞ്ഞു, ഇവിടെയും 1 കുറഞ്ഞു. അപ്പോൾ നോക്കി, റേഷ്യോയിൽ കുറഞ്ഞത് 1 യൂണിറ്റ് ആണ്. ക്വസ്റ്റിനിൽ കുറയ്ക്കുന്നത് എത്രയാണ്? ക്വസ്റ്റിനിൽ കുറയ്ക്കുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 1 യൂണിറ്റ് ആണ് 5. ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ നമ്പറാണ്. ഇനി ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 2 അല്ല, കാരണം നമ്മൾ റേഷ്യോ മാറ്റി. 4 ആണ് നമ്മുടെ ആദ്യത്തെ നമ്പർ. അപ്പോൾ 4ൻ്റെ വാല്യൂ എത്രയാണ്? 4 × 5 എത്ര വന്നു? 20 വന്നു. ഓക്കെ, അങ്ങനെയും ചെയ്യാം. 20 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഓഫ് 10 numbers ഈസ് 12. ഇഫ് വി സബ്സ്ട്രാക്ട് 3 ഫ്രം ഈച്ച് നമ്പർ, വാട്ട് ഈസ് ദ ന്യൂ ആവറേജ്? ഓക്കെ, ഈ 10 നമ്പറിൻ്റെ ആവറേജ് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 10 നമ്പറിൻ്റെ ആവറേജ് എ ആണെന്ന് വിചാരിക്കുക. ഓരോന്നിനും, ഓരോ നമ്പറിൽ നിന്നും 5 വെച്ച് കുറയ്ക്കൂ എന്ന് വിചാരിക്കുക. 5 വെച്ച് കുറച്ചു എന്ന് വിചാരിക്കുക. 5 വെച്ച് കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആവറേജിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് A-5 ആണ്. ഓക്കെ, അതായത് നമ്മൾ എത്ര നമ്പറാണോ എത്ര വാല്യൂ ആണോ അല്ലെങ്കിൽ എത്രയാണോ ഓരോ നമ്പറിൽ നിന്നും കുറയ്ക്കുന്നത്, അത് തന്നെ ആവറേജിലും എഫക്റ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഓരോ നമ്പറിനും 5 വെച്ച് കൂട്ടുക എന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ എത്രയായിരുന്നു ആവറേജ്? ആ ആവറേജിനെക്കാട്ടും 5 കൂടുതലായിരിക്കും പുതിയ ആവറേജ്. ഓക്കെ ആണല്ലോ. ഇനി ഓരോ നമ്പറിൽ നിന്നും 2 വീതം കുറയ്ക്കുക, 2 കുറയ്ക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് പഴയ ആവറേജിൽ നിന്ന് 2 കുറയ്ക്കുക, A-2 ആയിരിക്കും പുതിയ ആവറേജ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 10 നമ്പറിൻ്റെ ആവറേജ് 12 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ നമ്പറിൽ നിന്നും എത്ര കുറയ്ക്കുന്നത്? 3 വീതമാണ് കുറയ്ക്കുന്നത്. 3 ആണ് കുറയ്ക്കുന്നത്. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് 12 - 3 എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 9 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 3x - y 3 raised to x - y is equal to 2187 and 3 raised to x + y is equal to 243, find the value of x. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 raised to x - y എന്ന് പറയുന്നത് 2187 ആണ്. 3 raised to x + y എന്ന് പറയുന്നത് എത്രയാണ്? 243 ആണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഇവിടെ നോക്കി, ഈ നമ്പർ കറസ്പോണ്ടിങ് പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 3 raised to പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഇവിടെ നോക്കിയേ, a raised to m ഈസ് ഈക്വൽ ടു a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? m ഈക്വൽ ടു n ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. a raised to m ഈസ് ഈക്വൽ ടു a raised to n എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു n ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ 2187 കുറച്ചും കൂടി വലിയ നമ്പറാണ്. നമുക്ക് 243 പിടിക്കാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 3² എത്രയാണ്? 9. അപ്പോൾ 3 raised to 4 എത്രയായിരിക്കും? 3² × 3² അല്ലേ? അതായത് 9 × 9 എത്ര? 81. അപ്പോൾ 3 raised to 5 എത്രയാണ്? 81 × 3 243. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ 3 raised to x + y എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 5 എന്ന് എഴുതാം. അപ്പോൾ x + yയുടെ വാല്യൂ എന്തായി? 5 ആയി. ഇവിടെ നോട്ട് ചെയ്യുക, x + yയുടെ വാല്യൂ 5 ആയി. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞില്ല, 2187 നമുക്ക് കിട്ടണം. അപ്പോൾ 3 raised to 6 നോക്കിയേ, 243 × 3 നിങ്ങൾ ചെയ്ത് നോക്കുക, 729. 3 raised to 7 എന്ത് വരും?
2187 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക 2187. അപ്പോൾ നോക്കിയേ, അപ്പോൾ 3 raised to x minus y അവനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 7 എന്ന് എഴുതാം. അപ്പോൾ x minus y എന്നുള്ളത് എന്ത് കിട്ടി? x minus y എന്നുള്ളത് 7 എന്ന് കിട്ടി. ഓക്കെ, x minus y എന്നുള്ളത് 7 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്തേ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ, ഈ രണ്ട് ആഡ് ചെയ്ത് വൈയും വൈയും ക്യാൻസൽ ആവും. 2x ഈക്വൽ ടു 5 + 7 12, എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 കിട്ടി. അത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് വൈ ആണ് 5, 6 + y 5, y ഈക്വൽ ടു 5 - 6, അപ്പോൾ എത്ര വന്നു? -1 വന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 6, y ഈക്വൽ ടു -1. ചോദിച്ചിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് 6. ഓക്കെ, 6 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് പി ഈസ് ദ സൗത്ത് ഓഫ് ക്യൂ, ഡയറക്ഷൻ, നമ്മൾ ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കുക? ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത്, ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ പി ഈസ് ദ സൗത്ത് ഓഫ് ക്യൂ, അപ്പോൾ ക്യൂവിൻ്റെ സൗത്തിലാണ് പി. അപ്പോൾ ക്യൂ ഇവിടെയാണെന്ന് വിചാരിക്കുക, ക്യൂവിൻ്റെ സൗത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ പി വരും. ഓക്കെ, ഇനി ആർ ഈസ് ദ വെസ്റ്റ് ഓഫ് ക്യൂ, അപ്പോൾ ക്യൂവിൻ്റെ വെസ്റ്റിലാണ് 6, അപ്പോൾ 6 ഇവിടെ വന്നു. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഡയറക്ഷൻ പി ഈസ് വിത്ത് റെസ്പെക്ട് ടു ആർ. ആറിനെ സംബന്ധിച്ച് പി ഏത് ഡയറക്ഷനിലാണ്? ഓക്കെ, ഏത് ഡയറക്ഷനിലാണ് ഇത് ആരുള്ളത്? പി ഉള്ളത്. ഓക്കെ, ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് പി വിത്ത് റെസ്പെക്ട് ടു ആർ. ആറിനെ വെച്ച് നോക്കുമ്പോൾ പി ഏത് ഡയറക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 ഇവിടെ വെസ്റ്റിലാണ്. നിങ്ങളൊന്ന് നോക്കിയേ, അപ്പോൾ എന്തായിരിക്കും? സൗത്ത് ഈസ്റ്റ്. ഏകദേശം ഇവിടെ നോക്കിയേ, സൗത്ത് ഈസ്റ്റിലാണ് പി നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സൗത്ത് ഈസ്റ്റിലാണ് പി നിൽക്കുന്നത്, സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു 30 ഒക്ടോബർ, അതായത് ഇപ്പോൾ കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എന്നാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇനി വരുന്നവർ, ഇനി അടുത്ത എക്സാം എന്നാണ് 13 ആണെന്ന് തോന്നുന്നു അല്ലേ? ഇനി വരുന്ന എക്സാം ഉള്ളവർ മാത്സ് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം എന്താണ്? ഇപ്പോൾ PSCയുടെ പാറ്റേൺ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ തരിക, നമ്മളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നമുക്ക് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും പിന്നെന്താണ് റീസണിങ്ങും സ്പീഡിൽ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇനി എക്സാം ഉള്ളവർ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതായത് അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കുക. അപ്പോൾ കഴിഞ്ഞവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് തന്നെയാണ് ഉത്തരങ്ങൾ കിട്ടിയതെന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.